ശ്രീ, നമുക്കൊന്ന് പുറത്തു പോയാലോ? പോവാലോ. നമുക്ക് ആ അമ്പലത്തിൽ പോകാം. വിളക്ക് വെച്ചിട്ട് വരാം. ഞങ്ങൾ അമ്പലത്തിൽ പോവുക. അമ്മ വരുന്നോ? ഇല്ല മോളെ, നിങ്ങൾ പോയി വരൂ. ആ ഹോ, പിള്ളേര് തൊഴുതു വരുമ്പോ വിശക്കും. എന്തേലും ഉണ്ടാക്കണം. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഭാസ്കരൻ നായരുടെ മോൻ സേതു. കരുതിയോ? നിങ്ങളുടെ ഭർത്താവ് ചെയ്ത തെറ്റിന് അനുഭവിച്ചത് മുഴുവൻ എന്റെ അച്ഛനായിരുന്നു. ഓർക്കുന്നുവോ തള്ളേ ആ ദിവസം? സേതു മോനെ, അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി അതൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കല്ലേ. ചന്തു ആണെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയായതേ ഉള്ളൂ. ആ, അതറിഞ്ഞിട്ടാ ഞാൻ വന്നത്. ഞാൻ കല്യാണം കഴിക്കാനുള്ള പെണ്ണിനെയും സ്വന്തമാക്കി എല്ലാരും സുഖമായി കഴിയുമെന്ന് കരുതിയോ? കാണിച്ചു തരാം ഞാൻ ആരാണ്. സേതു മോനെ, പോവല്ലേ. ഞാനൊന്ന് പറയട്ടെ മോനെ. എത്ര നാളായി ഇവിടെ വന്നിട്ടു? ശരിയാ മക്കളെ, നിങ്ങൾ ദീപാരാധന തൊഴുതുവോ? തൊഴുതുവല്ലോ അമ്മേ. എന്ത് രസമാണ് ആ അമ്പലം. അതങ്ങനെയല്ലേ? ദേവിയെ തൊഴുതിയിട്ട് ഒരാൾക്ക് തിരിച്ചു പോരാൻ തോന്നണില്ല. അവൻ വന്നിരുന്നു. സേതു, സൂക്ഷിക്കണം മോനെ. അവൻ വന്നു, എന്നെ ചിലതൊക്കെ പറഞ്ഞു. അയ്യേ, അമ്മ പേടിക്കുന്നു. നീയാണെ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ രണ്ടുപേർ തനിച്ചാണെന്ന് നീ ഓർക്കണം. യാത്രയൊക്കെ കഴിഞ്ഞു. അച്ഛൻ ഇങ്ങതിലെ സമാധാനമായി. ശ്രീ, ഇതറിയാണ്ട. സേതുവിന്റെ ശല്യം ഇനി ഉണ്ടാവില്ലമ്മേ. ശരിയമ്മേ, അമ്മ പോയി കിടക്കും. നാളെ എല്ലാം ശരിയാകും. മോനെ, നിനക്ക് കുറച്ച് നാള് കഴിഞ്ഞ് പോയാ പോരെ? ഇല്ലമ്മേ, എനിക്ക് അടുത്ത ആഴ്ച പോയേ പറ്റൂ. ശ്രീയേട്ടാന്നതാ അമ്മ കൊറേ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ലേ? നാളെ പറയാം. ഇപ്പൊ അതല്ലല്ലോ കാര്യം. അമ്മേ, പോയി വരാം. എന്തുണ്ടെങ്കിലും വിളിക്കണ്ടാവണം. ഞാൻ ചെന്നിട്ട് വിളിക്കാം. ബൈ. സേതുവേട്ടൻ എന്നാ പോകുന്നത്? അമ്മ ചോദിച്ചു. ഒന്ന് വീട്ടിലേക്ക് വന്നൂടെ? വാരം. തീർച്ചയായും അമ്മ എനിക്ക് പോന്ന് കാണണം. നീ എന്തായാലും പഠനം പൂർത്തിയാക്കണം. ജോലിയൊക്കെ അവിടെ നമുക്ക് ശരിയാവണം. ആ